വെറും 39 മിനിറ്റ് കൊണ്ട് തന്നെ 1160 ലിറ്റർ സ്പേസ് ആണ്. എന്തിനാണ് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീജനറേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഇങ്ങനെ തപ്പോ ഇതിൻ്റെ ഓൺ സ്വിച്ച് എന്ത് ഇവിടെ കാണാനില്ലല്ലോ, അത് തന്നെ ഇവിടെയാണ് ഇരിക്കുന്നത്, തന്നെ ഫോൾഡായി കിട്ടും. അതെ, വീൽ സ്പിന്ന് കിടുവാ കേട്ടോ. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കിയയുടെ കാരൻസ് ക്ലാവിസ് EV ആണ്. ഫുൾ ചാർജിൽ 490 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ കിട്ടിയാലോ. അങ്ങനെ ഒരു വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കിയ കാരൻസ് ക്ലാവിസ് EV നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ വാക്ക് റൗണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവും ടെക്നിക്കൽ സൈഡും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് കാണുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം നമ്മൾ കിയ കാരൻസ് ക്ലാവിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വാഹനത്തിൻ്റെ സെയിം രീതി തന്നെയായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു EV വാഹനമായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഇതൊരു നോർമൽ ക്ലാവിസിനെ ക്ലാവിസ് EV ആക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്നെടുത്ത് പറയാൻ പറ്റുന്ന ഈ ഒരു ആക്റ്റീവ് ഫ്ലാപ്പ്. ഈ ഫ്ലാപ്പ് ആവശ്യമുള്ള സമയത്ത്, അതായത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് കൂളിംഗ് പർപ്പസിന് എയർ ആവശ്യം വരുന്നത് അന്നേരം ഈ ഫ്ലാപ്പ് ഓപ്പൺ ആകുന്നതായിരിക്കും. അല്ലാത്ത സമയത്ത് ഇത് ക്ലോസ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും. ഈ കാണുന്ന സ്റ്റാർ മാപ്പ് ഡിസൈന്, LED ഹെഡ്ലൈറ്റ്സ്, അതുപോലെ തന്നെ DR ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഇൻഡിക്കേറ്റേഴ്സും കണക്റ്റഡ് ലൈറ്റ്സും എല്ലാം ആസ് ഇറ്റ് ഈസ് സെയിം ആണ്. തൊട്ട് താഴെയായിട്ട് തന്നെ ഇവിടെ ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റും കൂടെ വന്നിട്ടുണ്ട്. അതും കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഒരു സ്കിഡ് പ്ലേറ്റ്, ആ ഒരു കളർ തീമും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 4 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കാണാം. 1, 2, 3, 4. അത് മാത്രമല്ല ഇവിടെ കിട്ടുന്ന ഒരു പ്രത്യേകത, ഇത് ADAS ലെവൽ 2 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ക്യാമറ കാണാൻ സാധിക്കുന്നുണ്ട്, റെയിൻ സെൻസർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റഡാർ സിസ്റ്റവും കാണാൻ സാധിക്കും. തൊട്ട് മേളിലായിട്ട് തന്നെ ഒരു 360 ഡിഗ്രി ക്യാമറയും കാണാം. ഇതാണ് നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നത്. ചാർജിൻ്റെ ഇൻഡിക്കേഷൻ എത്രയുണ്ടെന്നും വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് AC ചാർജിങ്ങും DC ചാർജിങ്ങും നമുക്കിവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 100 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. അതായത് വെറും 39 മിനിറ്റ് കൊണ്ട് തന്നെ 10% തൊട്ട് 80% വരെ ഈ ഒരു വാഹനം നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ബാക്കിയുള്ളതും കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോരാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചാർജിങ് സ്പീഡാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ഒരു നോർമൽ ചാർജിങ് ആണെങ്കിൽ തന്നെ ഫാസ്റ്റ് ചാർജിങ് AC 7.4 കിലോവാട്ട് നമ്മൾ ചാർജ് ചെയ്താൽ പോലും പെട്ടെന്നുള്ള ചാർജിങ് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഏതായാലും സൈഡിലത്തെ പോർഷൻസിലോട്ട് വരുമ്പോൾ ഈ സ്റ്റാർ മാപ്പ് ഡിസൈനിൻ്റെ കണ്ടിന്യൂവേഷൻ, അതായത് ഈ ഫെൻഡറിലോട്ട് കയറി വന്ന ഡിസൈനും ബമ്പറിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്ന വീൽ ആർച്ച് ഇതിലെ നേരെ സൈഡിലോട്ട് അങ്ങ് അറ്റം വരെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും ഒരു MPV ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ടയറിലോട്ട് വരികയാണെങ്കിൽ 215, 55, R17 നമുക്കിവിടെ കിട്ടുന്നത്. 4 വേരിയൻസിൽ ഈ വാഹനം നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. ബേസ് വേരിയൻ്റെ സൈസ് 16 നമുക്ക് കിട്ടുന്നത്. ഡിസൈൻ കാണാൻ നല്ല രസമുണ്ട്. നമുക്കിവിടെ അലോയ് വീൽസ് ആണ് കിട്ടുന്നത്. അതായത് ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതൊരു എയറോ ഫിനിഷ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് EV വാഹനമായതുകൊണ്ടാണ് നമുക്കിവിടെ എയറോ ഫിനിഷ് കിട്ടുന്നത്. സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇന്ന് മിറർ, അതിൻ്റെ കൂടെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സും 360 ഡിഗ്രി ക്യാമറയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മിറേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് തന്നെ ഇവിടെ ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. ഡ്രൈവർ സൈഡിൽ നമുക്കിവിടെ റിക്വസ്റ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിക്വസ്റ്റ് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഒരു റൂഫ് റെയിൽസ് കാണാം, പക്ഷേ ഇതിൽ ലോഡ് ചെയ്യാനോ കാര്യങ്ങളൊന്നും സാധിക്കത്തില്ല. വളരെ വ്യക്തമായിട്ട് ഡു നോട്ട് ലോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻസ് ഇങ്ങനെ കയറിയാണ് വരുന്നത്. അതുപോലെ തന്നെ വൈഡായിട്ട് നോക്കിയാൽ ഈ ഡോറിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും വൈഡ് ഏരിയ ആണ്. ഈ ഗ്ലാസും വൈഡ് ഏരിയ ആണ്. ഈ ഡോറ് വൈഡായിട്ട് നമുക്ക് ഓപ്പൺ ആകും. കാരണം ഇത്ര ഏരിയ വരുന്നത്. കാരണം എന്താണെന്നുള്ളത് ഞാൻ ബാക്കി പറഞ്ഞു തരാം. ഈ ഒരു ലെങ്ത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നോക്കിയാൽ അറിയാം. ആ ഡോറിൻ്റെ ലെങ്ത് കണ്ടോ, ഈ ഡോറിൻ്റെ ലെങ്ത് ഭയങ്കര കൂടുതലാണ്. ഇതൊരു ചെറിയ ഡോറാണ് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു ലൈൻ നമുക്ക് ഇങ്ങനെ കയറി ഈ ഒരു പോർഷനായിട്ട് ബന്ധിപ്പിക്കുന്നത് കാണാൻ നല്ല രസം നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് വരുമ്പോൾ ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ പീസ് തൊട്ട് തന്നെയാണ് നമ്മുടെ ടെയിൽ ലൈറ്റിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇതൊരു കണക്റ്റഡ് ലൈറ്റാണ് വരുന്നത്. ഇവിടെയും സെയിം ഡിസൈനാണ്, അതായത് സ്റ്റാർ മാപ്പ് ഡിസൈൻ തന്നെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് LED ലൈറ്റിങ്സ് ആണ് വരുന്നത്. ഒന്നൊഴിച്ച് ഈ കാണുന്ന റിവേഴ്സ് ലൈറ്റ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നമുക്ക് LED തന്നെയാണ് കിട്ടുന്നത്. 1, 2, 3, 4,
പാർക്കിംഗ് സെൻസേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കാരൻസ് ക്ലാവിസ് EV വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് ശരിക്കും ഒരു ക്ലാവിസ് EV ആണ്. കാരൻസിനെ ഇവിടെ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നമുക്ക് ഈ താഴത്തെ ഭാഗത്ത് കാണുന്ന ഈ ഒരു സ്കിഡ് പ്ലേറ്റ് പോലത്തെ ഈ ഒരു ഭാഗം കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ രണ്ട് സൈഡിലും റിഫ്ലക്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെയിൽ പൈപ്പ് ഒന്ന് നോക്കിയാലോ, കാണില്ല. കാരണം എന്താണെന്നറിയോ, ഇതൊരു EV വാഹനമാണ്. ഇവിടെ നമുക്ക് റിയർ വൈപ്പർ കിട്ടുന്നുണ്ട്, ഡീഫോഗേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പോയിലറിൽ നമുക്ക് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കിട്ടുന്നുണ്ട്. അത് LED തന്നെയാണ് വരുന്നത്. മേളിലൊരു ഷാർക്ക് ഫിൻ ആൻറ്റിനെയും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ബൂട്ടൊന്ന് തുറന്ന് നോക്കാം. ബൂട്ട് തുറക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു സ്വിച്ച് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബാക്കിലത്തെ ക്യാമറ കാണാൻ സാധിക്കും. 360 ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാമറയും. യെസ്, അപ്പോൾ നമുക്ക് ഏതായാലും ഈ ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ കാണാം ഒരു 216 ലിറ്റർ സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. നമുക്ക് നല്ല ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിയുമ്പോൾ കാണാം ഇത്രയും വൈഡ് ഏരിയ ആണ് കിട്ടുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു 2 പേരാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ 2 സീറ്റുകൾ, അതായത് ഈ 2 സീറ്റ് ഞാൻ ഒന്നിച്ച് മറിച്ചിട്ടു, ഇത്രയും കൂടെ സ്പേസ് കിട്ടി. ഇപ്പോൾ 610 ലിറ്റർ ആണ് ഇവിടുത്തെ സ്പേസ് വരുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇത് നമുക്ക് ഫോൾഡ് ചെയ്തിടാൻ സാധിക്കും. യെസ്, ഇതും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 1160 ലിറ്റർ സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. കിടുവല്ലേ? അതായത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഒരു ലെങ്ത് തന്നെയാണ്. 4550 mm ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ആ ഒരു ഫുൾ ലെങ്ത്തിൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബൂട്ട് സ്പേസ് ആണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നാണ്. കാരണം ഒരു EV 7 സീറ്റർ വാഹനത്തിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് ഞാൻ പറയും. കാരണം ഈ ഒരു റേഞ്ച്, അതുപോലെ തന്നെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. ഏതായാലും കിടുവാണ് ആ ഒരു കാര്യത്തിൽ. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനാണെന്നുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഹുക്ക് ചെയ്തിടാൻ വേണ്ടി സാധിക്കും. നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ ആണ്. ഇവിടെ നമുക്കൊരു സബൂഫർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാലജൻ ബൾബ് കാണാൻ സാധിക്കും. ഇതൊന്ന് മാറ്റി LED നമുക്കത് ആക്കാനും സാധിക്കും. അത് ആദ്യം അങ്ങ് മാറ്റുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ബാക്കി ഓവറോൾ എല്ലാം അടിപൊളിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് കാണാൻ സാധിക്കും. ഒരു റിഫ്ലക്ടർ ട്രയാങ്കിൾ കാണാൻ സാധിക്കും. ടൂൾ കിറ്റ്സും നമുക്കിവിടെ വരുന്നുണ്ട്. സ്പെയർ വീൽ ഉണ്ടോ നോക്കിയാലോ. ബാക്ക് യെസ്, താഴെ ഒരു സ്പെയർ വീലും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്പെയർ വീൽ മാത്രമാണ്, മെയിൻ വീലല്ല. ഓക്കെ, ഇനി നമുക്ക് വാഹനത്തിലോട്ട് കയറാം. ഈ കാണുന്നതാണ് നമ്മുടെ റിക്വസ്റ്റ് സ്വിച്ച് എന്ന് പറഞ്ഞത്. ഈ റിക്വസ്റ്റ് സ്വിച്ച് ഈ ഡ്രൈവർ സൈഡിൽ മാത്രം കൊടുത്തിട്ടുള്ളൂ. കുഴപ്പമില്ല. തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഈ ഒരു ഡോർ പാഡ്, ഇതിലൊന്നും ഒരു രീതിക്കുള്ള വ്യത്യാസവും വരുന്നില്ല. ഇവിടെ ബോസിൻ്റെ സ്പീക്കേഴ്സൊക്കെയാണ് വരുന്നത്. അത് ഏറ്റവും ടോപ്പിന് മാത്രമാണ് നമുക്ക് ബോസിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത്രയും ഭാഗം നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ളതാണ്. മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ജോയിസ്റ്റിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് റൈറ്റ് മിറർ വേണോ ലെഫ്റ്റ് മിറർ വേണോ സെറ്റ് ചെയ്യാം. മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺഫോൾഡ് ആവുന്നതായിരിക്കും. വാഹനത്തിൻ്റെ ലോക്ക് അൺലോക്ക് 1 ടച്ച് ഡൗൺ 1 ടച്ച് അപ്പ്, 1 ടച്ച് ഡൗൺ 1 ടച്ച് അപ്പ്, 1 ടച്ച് ഡൗൺ 1 ടച്ച് അപ്പ്, 1 ടച്ച് ഡൗൺ 1 ടച്ച് അപ്പ്. അതായത് 4 വിൻഡോസിലും 1 ടച്ച് ഡൗൺ ആൻഡ് 1 ടച്ച് അപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിൻഡോ ഗ്ലാസുകൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസ് ഒക്കെ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ വെക്കാം. ഇവിടെ ഒരു 1 ലിറ്റർ വെക്കാം, ഇവിടെ 1 ലിറ്റർ വെക്കാം. ഇവിടെ ഒരു അംബ്രല്ല നമുക്ക് കയറ്റി വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ക്ലോസ് ചെയ്യാൻ പറ്റുള്ള ഹാൻഡിൽ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതും കൊള്ളാൻ വേണ്ടി ചെറിയൊരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു ലെതർ ഫിനിഷ് മെറ്റീരിയലാണ്. ഇതെല്ലാം ലെതർ ഫിനിഷ്ഡ് ആണ്. ഇവിടെ ഇച്ചിരി ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഇവിടെ നമുക്ക് ആംബിയൻ ലൈറ്റ് കാണാൻ സാധിക്കും. ഒരു 64 കളർ വരുന്ന ആംബിയൻ ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിലും ബാക്ക് റോയിലും നമുക്ക് ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. ഇനി വാഹനത്തിനകത്തോട്ട് കയറാമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാവിസിനകത്ത് കണ്ടതുപോലെ തന്നെ സെയിം രീതി, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. തൊട്ട് താഴെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു AC വെൻ്റ് കാണാം. അത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് ഓൺ ഓഫിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ആണ് കിട്ടുന്നത്. അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യാം, താഴോട്ടാക്കി കഴിഞ്ഞാൽ ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. തൊട്ട് താഴെ ഫ്യൂസ് ബോക്സും OBD കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഏരിയയും കാണാൻ സാധിക്കും. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹുഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടെ വെറൈറ്റീസ് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ഡ്യുവൽ ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ് ഇവിടെ കിട്ടുന്നത്. ഈ സ്റ്റിയറിംഗ് വീലിൽ അത്യാവശ്യം എല്ലാ കൺട്രോൾസും വരുന്നുണ്ട്. ഡ്രൈവ് മോഡൊക്കെ കണ്ടു. ഇവിടെ ഒരു സെപ്പറേറ്റ് സ്വിച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഡാസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് എല്ലാം ഇവിടെയാണ് വരുന്നത്. സ്റ്റിയറിംഗ് ടിൽറ്റ് അഡ്ജസ്റ്റിംഗ് കൊണ്ട് ടെലിസ്കോപ്പിങ്ങും കിട്ടുന്നുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. ഏതായാലും ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതെല്ലാം കൊടുത്തേ പറ്റത്തുള്ളൂ. ഇനി നേരെ നമുക്ക് ഈ വാഹനം ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ താഴെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു, വാഹനം ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഓൺ സ്വിച്ച് എന്ന് പറയുന്നത്. കാരണം ഈ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തപ്പും, ഇതിൻ്റെ ഓൺ സ്വിച്ച് എന്ത് ഇവിടെ കാണാനില്ലല്ലോ. അത് ഇവിടെയാണ് ഇരിക്കുന്നത്. പലർക്കും ഇങ്ങനെ ഒരു സംശയം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഈ ഒരു പോർഷനിലാണ് ഇതിൻ്റെ ഓൺ സ്വിച്ച് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതൊരു ഡ്രൈവ് ബൈ വയർ ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കാണുന്ന ഒരു ലിവറാണ് ഇതിനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട്
ഇത് ട്വിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഓരോ മോഡിലോട്ട് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഡി മോഡ്, ഡ്രൈവ് മോഡായിട്ടുണ്ട്. ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് മോഡായിട്ടുണ്ട്. റിവേഴ്സ് മോഡായ ക്യാമറയൊക്കെ വർക്കാവും. അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് മോഡിലോട്ട് ഇത് മാറുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 12.23 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ടെക്ഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ ഏത് സൈഡിലെ ഇൻഡിക്കേറ്റർ ആണ് ഇടുന്നത് ആ ഒരു പൊസിഷനിലെ ക്യാമറാസിൻ്റെ വ്യൂസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന ഒരു 12.23 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ സെൻട്രൽ പോർഷനിൽ മാത്രം കുറച്ച് വേക്കൻറ്റ് ഏരിയാസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ സൈഡിലത്തെ കോമ്പിനേഷൻ സ്വിച്ചിനകത്ത് വരുന്ന ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, പാർക്ക് മോഡ്, ഹെഡ്ലൈറ്റ് ഓൺ മോഡ്, അതുപോലെ തന്നെ താഴത്തെ ഹൈ ബീം, ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് ഓൺ ഓഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഓട്ടോ ഫീച്ചർ വർക്കിംഗ് ആണ്. ഇതിപ്പോൾ ഓട്ടോ ഫീച്ചറിലാണ് ഇട്ടിരിക്കുന്നത്. താഴോട്ട് ഓഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സ്പീഡ്, അതായത് എത്ര ഡ്രോപ്പ് വീഴുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വൈപ്പ് ചെയ്യണം എന്നുള്ളത് നമുക്കിപ്പോൾ ചെറിയൊരു ഡ്രോപ്പ് ഇവിടെ അന്നേരം വൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഡ്രോപ്പിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് അത് മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ റിയർ വൈപ്പറിൻ്റെ സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പാഡിൽ ഷിഫ്റ്റേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തിനാണ് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീജനറേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ നമുക്ക് മൈനസ് കാണാം, ഇവിടെ നമുക്ക് പ്ലസ് കാണാം. റീജനറേഷൻ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസി കൂടുകയും കുറയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ റീജനറേഷൻ എത്രയാണ് നമുക്ക് വേണ്ട ആ ഒരു റീജനറേഷൻ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്കിംഗ്, അതായത് ആക്സിലറേറ്ററിന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ടുള്ള ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാറ്ററിയിലോട്ട് റീജനറേഷൻ കയറുന്നതായിരിക്കും. ബാറ്ററിയുടെ കൺസപ്ഷൻ കുറച്ചുകൂടെ കുറയ്ക്കാൻ സാധിക്കും. അത് കൂടുതലും സിറ്റി ഡ്രൈവ്സിലാണ് ചെയ്യാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടാറുള്ളൂ. അത് കഴിഞ്ഞ് ഈ സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം സെയിം തന്നെയാണ്. എല്ലാ കൺട്രോൾസും നമുക്ക് ഇതിനകത്ത് കുറച്ച് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിയുടെ കൺട്രോൾസിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് ബാറ്ററിയുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 98% നമുക്കിപ്പോൾ ഉണ്ട്. 120 മീറ്റേഴ്സ് കഴിയുമ്പോൾ അടുത്ത ചാർജിങ് സ്റ്റേഷനുണ്ട്. AC ഓൺ പൊസിഷനിൽ 308 കിലോമീറ്റർ, ഓഫ് കണ്ടീഷൻ ആണെങ്കിൽ 393 കിലോമീറ്ററാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, വെഹിക്കിൾ ടു ലോഡ് എന്ന് പറയുന്നൊരു ഫീച്ചർ ഇതിനുണ്ട്. വെഹിക്കിൾ ടു ലോഡ് എന്ന് പറഞ്ഞാൽ ബാക്കിലിരിക്കുമ്പോൾ ഒരു സാധനം കാണിച്ചു തരാം. ഫ്രണ്ടിൽ നമ്മൾ ആ ചാർജിങ് സോക്കറ്റ് തുറന്ന സമയത്ത് അവിടെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഗൺ അവൈലബിൾ ആണ്. അതായത് വെഹിക്കിൾ ടു ലോഡ്, നമുക്കൊരു ലോഡിലോട്ട്, അല്ലെങ്കിൽ ലോഡ് എന്നൊക്കെ ഉദ്ദേശിച്ചാൽ അത്യാവശ്യം നല്ല ലോഡ്, ഒരു ഫ്രിഡ്ജൊക്കെ വർക്ക് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു ക്യാമ്പിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടത്തേക്ക് വേണ്ടി കറണ്ട് എടുക്കുക, അങ്ങനത്തെ പരിപാടിക്കെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ വെഹിക്കിൾ ടു ലോഡ് കണ്ടോ, മിനിമം ചാർജ് എത്ര ചാർജ് വരെ അത് കൊടുക്കണം എന്നൊക്കെ ഉള്ളതാണ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. ആ ഒരു ചാർജ് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്കിവിടെ വരുന്ന സെറ്റിങ്സ്, DC ചാർജിങ് 100% വരെ വേണോ അത് 80% നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. 90% ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ സാധിക്കും. 100% വരെ DC ചാർജിങ് വേണമെങ്കിൽ അങ്ങനെ. ഇനി AC ചാർജിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 90% ആകുമ്പോഴത്തേക്കും സ്ലോ ആകണമെന്നുണ്ട്. AC ചാർജിങ് സ്ലോ ചാർജിങ് എൻസ് വെൻ ദ ഡിഫൈൻഡ് മാക്സിമം ചാർജിങ് ലെവൽ ഓഫ് ദ വെഹിക്കിൾ ബാറ്ററി ഈസ് റീച്ച്ഡ്. ദിസ് സെറ്റിംഗ് ഓൾസോ അപ്ലൈസ് ടു ഷെഡ്യൂൾ ചാർജിങ്. അതായത് നമ്മൾ എവിടെയെങ്കിലും ഷെഡ്യൂൾ ചെയ്തിടുകയാണ്, നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു 6 7 അല്ലെങ്കിൽ 10 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വരത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വെഹിക്കിൾ സെറ്റിങ്സ് കാണാൻ സാധിക്കും. വെഹിക്കിൾ സെറ്റിങ്സിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളാണ്. അഡാസിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അതായത് പാർക്കിംഗ് സേഫ്റ്റി, നമുക്കിവിടെ വരുമ്പോൾ സറൗണ്ട് വ്യൂ ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് ഫ്രണ്ടിൽ വാഹനമൊക്കെ വരുമ്പോഴത്തേക്കും മോണിറ്ററിൽ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പാർക്കിംഗ് ഡിസ്റ്റൻസ് വാർണിംഗ് ഓട്ടോ ഓണ്, ഡിസ്റ്റൻസ് നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഡ്രൈവിംഗ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ, ലെയിൻ സേഫ്റ്റി, ഫോർവേഡ് സേഫ്റ്റി, സിസ്റ്റം കൊളീഷൻ വാർണിംഗ് റിസ്ക് വേണ്ട, അത് വേണ്ട, ബ്രേക്കിങ്ങിൻ്റെയാണ്. വാർണിംഗ് മെത്തേഡ്സ് നമുക്ക് ഓരോ ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ വരുന്നുണ്ട്, അതിൻ്റെ വാർണിംഗ് വരുന്നുണ്ട്. ഡ്രൈവർ കൺവീനിയൻസ്, ക്രൂയിസ് കൺട്രോൾ നമുക്ക് ചെയ്യുന്നതിൻ്റെ, അതായത് എങ്ങനെ ഇത് സെറ്റ് ചെയ്യണം, ഫാർ ഡിസ്റ്റൻസ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫാർ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ദൂരത്തു നിന്ന് തന്നെ അത് ബ്രേക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കും. ആക്സലറേഷൻ സ്ട്രോങ് ആയിട്ട് കൊടുക്കണോ ലൈറ്റ് ആയിട്ട് കൊടുത്താൽ മതിയോ, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിൻ്റെ കാര്യമാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് പക്ഷേ സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഒരുപാട് ടൺസ് ആൻഡ് ടൺസ് ഓഫ് ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അതൊരു കീടു പരിപാടിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ക്ലൈമറ്റിൻ്റെ സെറ്റിങ്സ്, ഇൻറ്റേർണൽ ആയിട്ടുള്ള ക്ലൈമറ്റ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ, ഇൻറ്റേർണൽ സർക്കുലേഷന് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ലൈറ്റ് ആണെങ്കിൽ വെൽക്കം ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡോറിൻ്റെ സെറ്റിങ്സ്, അതായത് ഡോറിൻ്റെ ഓട്ടോ ലോക്ക് ആവുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അത് എനേബിൾ ചെയ്യണോ, സ്പീഡ് ചെയ്യുമ്പോൾ വേണോ, എങ്ങനെ വേണോ എന്നൊക്കെയുള്ള ഇതിനകത്ത് വളരെ കൃത്യമായിട്ട്. ഇതിനെക്കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ല. ഇങ്ങനെ ഈ ഒരു സെറ്റിങ്സിനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന്
കമൻറ്റ് കൂടെ ഇട്ടേക്കുക. ഇതിനകത്ത് ഇ സിം വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ റേഞ്ച് കാണിക്കുന്നതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കത് വിടാം. നേരെ താഴോട്ട് പോകാം. ഇതൊരു സ്വാപ്പ് സിസ്റ്റം വരുന്ന അല്ലെങ്കിൽ സ്വാപ്പ് സ്വിച്ച് വരുന്ന ഒരു കൺട്രോൾസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് ഫുള്ള് ടച്ചാണ് വരുന്നത്. ഇപ്പം നമുക്ക് നിലവിൽ നോക്കുമ്പോൾ ഇവിടെ എ സിയുടെ കൺട്രോൾസ് ആണ് ഇവിടെ മുഴുവൻ കൊടുത്തിരിക്കുന്നത്. ബ്ലോവർ ഫാൻ്റെ സ്പീഡ് കൂട്ടുക, കുറയ്ക്കുക, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂട്ടുക, കുറയ്ക്കുക. ഇവിടെ നോക്കിക്കോണം, ടെമ്പറേച്ചർ നമുക്ക് കൂട്ടാം, കുറയ്ക്കാം, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നുകൂടെ ഞാൻ പ്രസ് ചെയ്താലോ, ഫുൾ മീഡിയ കൺട്രോൾസായി. മീഡിയ ഞാൻ എടുത്തു. ഇവിടെ ഞാൻ മീഡിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മീഡിയ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റേഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേണ്ട ഇവിടെ റേഡിയോ വന്നിട്ടുണ്ട്. റേഡിയോ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചാനൽ മാറ്റാം. അതുപോലെ തന്നെ ഇവിടെ വോളിയം കൺട്രോൾ ചെയ്യാം. അതായത് ഇത്ര നേരം എ സിയുടെ കൺട്രോൾസ് ആയിരുന്നു, ഇതിപ്പം വോളിയം കൺട്രോൾ ആയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെയും ഈ സ്വിച്ച് ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് നമ്മുടെ എ സി ആയിട്ടുണ്ട്. ഡ്രൈവർ ഉള്ളി എന്ന് പറഞ്ഞൊരു മോഡ് നമുക്കിവിടെ കാണാം. അതായത് നമുക്ക് ഡ്രൈവർ സൈഡിലോട്ട് മാത്രമേ എയർ വരത്തുള്ളൂ, ബാക്കിലോട്ട് വേറെ സൈഡിലോട്ടൊക്കെയുള്ള എയറിൻ്റെ പ്രഷർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എയർ ഉണ്ട്, ഇവിടെ എയർ കുറവാണ്, ഇവിടെ എയർ ഉണ്ട്, കുറവാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എ സി കംപ്രസറിൻ്റെ യൂസേജ് കുറയ്ക്കാൻ സാധിക്കും. ഇത് പലരും സംശയം ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈവർ ഉള്ളി കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിലോട്ട് മാത്രം എയർ കൂടുതൽ കിട്ടുകയും ചെയ്യും, അങ്ങോട്ട് ബാക്കിയുള്ള പോർഷൻസിലോട്ട് കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ കുറവ് വരുന്നതിനുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ കംപ്രസറിൻ്റെ യൂസേജ് കുറച്ചുകൂടെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റേഞ്ച് കൂടുതൽ കിട്ടും. തൊട്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഒരു USB A ടൈപ്പ് ഇവിടെ കാണാൻ സാധിക്കും. ഒരു 12 വോൾട്ടിൻ്റെ സിഗരറ്റ് ലൈറ്ററിൻ്റെ ഔട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു C ടൈപ്പ് ചാർജറും നമുക്കിവിടെ കാണാം. തൊട്ട് താഴെ ഒരു വയർലെസ് ചാർജർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ താഴെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് ആംബ്രസ്റ്റ് ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഫ്ലോട്ടിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം ഫ്രീ ആയിട്ട് പൊങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഫ്ലോട്ടിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസർ, അതായത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓൺ ഓഫ് ചെയ്യുന്നതിനനുസരിച്ച് വേണ്ട ഇവിടെ ലൈറ്റ് വരുന്നതായിരിക്കും. ഞാൻ ഒന്ന് ഓഫ് ചെയ്തു, ഒന്നുകൂടെ ഓൺ ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഡ്രൈവർ സൈഡ്, കോ ഡ്രൈവർ സൈഡ്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് എപ്പോൾ ആവശ്യം വരുന്ന ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ് ഫീച്ചറും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ട്രാഫിക്സിലൊക്കെ നിൽക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് ഓട്ടോ ഹോൾഡ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്കിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ അത് ഓട്ടോ ഹോൾഡ് ഫീച്ചറിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ ഒരു പ്രീമിയം ടൈപ്പ് ഒരു ഷട്ടർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഷട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ രസം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ചുമ്മാ ഫ്രീ ആയിട്ട് ഓടിക്കളിച്ച് നടക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ഒരു പ്രൊവിഷൻ. ഇത് ചെറുതാക്കണം, നമുക്ക് ചെറുതാക്കാം. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും. അതായത് 2 സൈസ്. ഇനിയിപ്പോൾ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാനും സാധിക്കും, വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വെക്കാനും സാധിക്കും. അതായത് ചെറിയ കപ്പൊക്കെയാണെങ്കിലും വളരെ കൃത്യമായിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നല്ല ഏരിയ ഉള്ളത്. ഇത്രയും എൻ്റെ കൈ ഇത്ര ഇറങ്ങുന്ന ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതും കിടുവാണ്. ആംബ്രസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല, ഒറ്റ ഇതിലേ ഇരിക്കത്തുള്ളൂ. ഏതായാലും വലിയ കുഴപ്പമില്ല, എനിക്കിങ്ങനെ കൈയൊക്കെ വെച്ച് ഇരിക്കാൻ സാധിക്കും. വലിയ പ്രോബ്ലം ഒന്നും ഫീൽ ചെയ്യുന്നില്ല. തൊട്ട് മേളിലായിട്ട് തന്നെ നമുക്കൊരു സൺവൈസർ കാണാം. ഒന്നും തന്നെ ഇവിടെ കൊടുത്തിട്ടില്ല. ലൈറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുക്കാൻ തോന്നുന്നു. ലൈറ്റ് കൊടുത്തിട്ട് കാര്യമില്ല, മിറർ വേണമല്ലോ അല്ലേ. അപ്പോൾ കറക്റ്റാണ്. ഇതേണ്ട ഇവിടെ ഒരു ഗ്ലാസ്സസ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾഡർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് LED ആണ്, അത് കിടുവാകട്ടോ. ഡോർ ഓപ്പണിലാണെങ്കിൽ ലൈറ്റ് കത്തുന്ന രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു നമുക്കിവിടെ കിട്ടുന്നൊരു പനോരമിക് സൺറൂഫാണ്. അങ്ങറ്റം വരെ ചെല്ലും. നല്ല ഫാസ്റ്റ് ആകട്ടോ. ഇതിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. യെസ്, ഫുൾ ഓപ്പൺ. അപ്പോൾ ഇത്രയാണ് നമുക്കിത് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഏതായാലും സംഗതി കൊള്ളാം. ഓവറോൾ നല്ല അടിപൊളിയാണെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന IRVM നമുക്കിവിടെ കിട്ടുന്നുണ്ട്. SOSും കിട്ടുന്നുണ്ട്, ക്രെയിൻ സർവീസും കിട്ടുന്നുണ്ട്. കിയ കണക്റ്റിൻ്റെ സ്വിച്ചും നമുക്കിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 4-വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ് കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മുടെ ചാർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ബാക്കിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ചാര് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനുവലായിട്ടുള്ള ലിവറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കോ ഡ്രൈവർ സൈഡിലോട്ടൊന്ന് ഇരുന്ന് അവിടുത്തെ വിശേഷങ്ങളൊന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം, സീറ്റിൻ്റെ വെന്റിലേഷൻ ഞാൻ ഓണാക്കി. അപ്പോൾ അത് തുടങ്ങി വരുന്നേ ഉള്ളൂ. സീറ്റ് ഒരുപാട് ബാക്കിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ അത്യാവശ്യം എൻ്റെ ഒരു ലെവലിൽ ഞാനിപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്യുന്നൊരു കാര്യം, ഗ്ലോ ബോക്സ് കാലേ വന്നിടിച്ചു. അപ്പോൾ ഞാൻ അല്പം കൊണ്ട് ബാക്കിലോട്ടാക്കി ഞാൻ ഇതിൻ്റെ കറക്റ്റ് ലെവലിൽ ഇട്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ കാലിലോട്ട് തട്ടത്തില്ല. ഗ്ലോ ബോക്സ് ഫ്രീ ആയിട്ട് ചാടി പോരുകയാണ്. കൂൾഡല്ല, നോർമൽ ടൈപ്പ് ഗ്ലോ ബോക്സ് ആണ് കിട്ടുന്നത്. ഈ ഒരു സ്പേസേ നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ആംബിയൻ ലൈറ്റിൻ്റെ
സ്ട്രിപ്സ് ഇവിടെ കാണാൻ സാധിക്കും. നല്ല രസമുണ്ട്. അതിവിടെ വന്ന് ഇങ്ങോട്ട് കമ്പൈൻ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിൽ നമുക്ക് ആ ലൈറ്റിങ് കാണാൻ സാധിക്കും. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ കിടുവാണ്. ഈ ഭാഗത്തിരുന്ന് എനിക്ക് എ സിയും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനി സ്റ്റീരിയോയുടെ കൺട്രോൾസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്വാപ്പ് സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റീരിയോ കൺട്രോൾസും എടുക്കാൻ സാധിക്കും. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ എ സി വെൻ്റ് ഓൺ ഓഫ് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇവിടെ കാറ്റ് വളരെ കുറവാണ്, കാരണം ഡ്രൈവർ മോഡാണ് ഇട്ടിരിക്കുന്നത്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിക്ക് കാലിലും കാറ്റ് വരുന്നുണ്ട്. സംഗതി അടിപൊളിയാണ്. അത് മാറിയതുകൊണ്ടാണ് കാലിലോട്ട് കാറ്റ് വന്ന പൊസിഷൻ മാറി ഇപ്പോൾ എല്ലായിടത്തും കൂടെ എയർ വരുന്നുണ്ട്. ഞാൻ മാറ്റി ഡ്രൈവർ ഉള്ളിലാക്കി ഒന്നുകൂടി ഇടുകയാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്കൊരു മിറർ കാണാൻ സാധിക്കും. ലൈറ്റ് എവിടേക്കോ മിസ്സിംഗ് ആണ്. ഈ ഒരു ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഹാൻഡിൽ കാണാൻ സാധിക്കും. സംഗതി കിടുവാണ്. ഇവിടെ ഒരു സ്പീക്കേഴ്സിൻ്റെ കൂടെ തന്നെ ട്യൂട്ടേഴ്സ് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മൾ നേരത്തെ കണ്ട അതേ സെയിം സ്പേസസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ഹാൻഡിൽ നല്ല കിടുവാണ്. ഇവിടെ കിട്ടുന്നത് ലെതർ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും കിടുവായിട്ട് തന്നെ എനിക്ക് കൈവയ്ക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഏതായാലും ബാക്കിലോട്ടിരുന്ന ബാക്കിലത്തെ വിശേഷം കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ആദ്യം ഏതായാലും ഡോർ നടച്ചിടാം. ആദ്യത്തെ കാര്യം തന്നെ നമുക്കിവിടെ ഒരു സൺ ബ്ലൈൻഡ് കാണാൻ സാധിക്കും. സൺ ബ്ലൈൻഡ് ഏതായാലും കിടുവാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരാതെ നല്ല വൃത്തിയായിട്ട് തന്നെ, അതായത് വെയിലൊന്നും അടിക്കാതെ നല്ല കൂളായിട്ട് വാഹനത്തിനകത്ത് ഇരിക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കാണുന്ന എ സിയുടെ വെൻറ്റുകൾ, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എ സി വെൻറ്റ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓഫാണ്. അത് ഓൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് തേണ്ട ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കൂളിംഗ് സിസ്റ്റം അഥവാ ഒരു ഇവാപ്പറേറ്റർ അസംബ്ലി ഇവിടെ മേളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ഭാഗം നമ്മളിപ്പം ഓണാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, കാറ്റ് വരുന്നേ ഉള്ളൂ. ഇച്ചിരി ചൂട് കാറ്റാണ്, സെറ്റായി വരുന്നേ ഉള്ളൂ. പോട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. 3.5 കിലോ വരെ ഇത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 3.5 kg വരെ സപ്പോർട്ട് ചെയ്യും. ഒരു കപ്പ് വയ്ക്കാം. ഇവിടെ ഒരു ടാബ് വെക്കണമെങ്കിൽ ടാബ് വയ്ക്കാം. അല്ലെങ്കിൽ ലാപ്പൊന്നും വെക്കാൻ പറ്റത്തില്ല. ടാബൊക്കെ മാക്സിമം വെക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ബുക്കോ വല്ലതൊക്കെ വേണമെങ്കിൽ ഇതിന് പുറത്ത് വയ്ക്കാം. അത് ഞാൻ ക്ലോസ് ആക്കി കിട്ടും. ഇനി ഇവിടുത്തെ കപ്പ് ഹോൾഡറിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ബോട്ടിൽ തന്നെ വെക്കാൻ സാധിക്കും. ഇവിടെ ഒരു ചെറിയ ബോട്ടിലും ഇവിടെ അത്യാവശ്യം ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിലും സുഖമായിട്ട് കൊള്ളും. ബാക്കി ബാക്കിലത്തെ എല്ലാം സെയിം തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്കും വല്ലതൊക്കെ ഇടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതെല്ലാം ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ബോസിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. സംഗതി കാണാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ തൊട്ട് താഴെ വരുമ്പോൾ 2 C ടൈപ്പ് പോർട്ടുകൾ കാണാൻ സാധിക്കും. ഇവനാണ് നമ്മുടെ മെയിൻ ഐറ്റം. അതായത് ഇത് തുറന്നാൽ നമുക്ക് ഇവിടുന്ന് ചാർജ് എടുക്കാൻ സാധിക്കും. അതായത് ഒരു AC 250 വോൾട്ട് 16 ആംപിയർ ആണ് വരുന്നത്. 16 ആംപിയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വീടുകളിൽ വെച്ച് കമ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു AC-യുടെ പവർ പ്ലഗിൻ്റെ ഒക്കെ കറണ്ട്, അതായത് അവിടെ നമുക്ക് 15 ആംപിയർ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് 16 ആംപിയർ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ലോഡ് തന്നെ ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു ട്രേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടോ. ഈ ഒരു ഹാൻഡിൽ യൂസ് ചെയ്ത് എനിക്ക് ഈ സീറ്റ് വേണമെങ്കിൽ ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ കാലൊക്കെ നീട്ടി വെച്ചിരിക്കാം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ എനിക്കിവിടെ താഴെ ഈ ഒരു സീറ്റിനെ മാക്സിമം ഇത്രയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത്രയും കാല് നീട്ടി വെച്ചതാണ് ഇങ്ങനെ നല്ല സുഖമായിട്ടിരിക്കാൻ സാധിക്കും. ഇനി ചാരി ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചാരി കിടന്നുറങ്ങാൻ സാധിക്കും. അതായത് ഈ ഒരു പൊസിഷനിൽ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്ന ചെറിയ കാര്യമല്ല. അപ്പോൾ ഇതൊരു മെയിൻ ഒരു ഹൈലൈറ്റ് ആണ്. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു എയർ പ്യൂരിഫയർ കാണാൻ സാധിക്കും. എയർ പ്യൂരിഫയർ അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പൊടിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരെണ്ണം ഉള്ളത് നല്ലതാണ്. പിള്ളേർക്കൊക്കെ കുറച്ചുകൂടെ ഗുണം ഉണ്ടായിരിക്കും. ബാക്കിയുള്ളവർക്ക്, അതായത് എല്ലാവർക്കും ഗുണമുണ്ട്, പിള്ളേർക്ക് മാത്രമല്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു എയർ പ്യൂരിഫയർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ മാറി വിട്ടോണം. താഴെ ഒരു പോക്കറ്റ് ഏരിയ കാണാൻ സാധിക്കും. ഇവിടെയും ഒരു പോക്കറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 60-40 സ്പ്ലിറ്റ് സീറ്റാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു 40-ലും ഇതൊരു 60 ആണ് വരുന്നത്. ആ ഹെഡ് റെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ 2 പേർക്ക് മാത്രം കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഒന്നും മാത്രം കൊടുത്തിട്ടുള്ളൂ. സെൻറ്ററിൽ നമുക്ക് ആം റെസ്റ്റ് കാണാൻ സാധിക്കും. കപ്പ് ഹോൾഡേഴ്സ് മിസ്സിംഗ് ആണ്. സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്ക് സീറ്റ് ബെൽറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിലത്തെ സപ്പോർട്ട് കുറച്ചൊരു ഹാർഡാണ്. ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ ആം റെസ്റ്റ് വരുന്നുള്ളതുകൊണ്ട് ഈ ഭാഗത്തെ ഒരു ഫീൽ നമുക്ക് ഒരിക്കലും ഈ ഒരു പോർഷനിൽ കിട്ടുന്നില്ല. ഇനി നമുക്ക് 3rd റോയിലോട്ടൊന്ന് ഇരുന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഏതായാലും 3rd റോയിലോട്ട് കയറാം. ഈ കാണുന്ന സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, തന്നെ ഫോൾഡായി കിട്ടും. അതിനുശേഷം എനിക്ക് ബാക്കിലോട്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കയറാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ സ്പേസ് ഇല്ല, കാല് മുട്ടുന്നു, ഇടയില്ല. അപ്പോൾ ഞാൻ എന്നാ ചെയ്യും, ഈ ഒരു സൈഡിലൊരു ലിവറിൽ ഞാൻ അങ്ങോട്ടൊന്ന് വലിക്കും. അപ്പം ഇത് എനിക്ക് ഫോൾഡ് ചെയ്യാം. പക്ഷേ ഇത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം. ഞാൻ നിങ്ങൾക്ക് ഏരിയ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി. ഇപ്പം എൻ്റെ കാലിലിരിക്കുന്ന പൊസിഷൻ നിങ്ങൾ നോക്കിക്കോണം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഹാൻഡിൽ വലിച്ച് നേരെ ബാക്കിലോട്ടാക്കി. ഇപ്പം നല്ല കംഫർട്ടബിളാണ്. നിങ്ങൾക്ക് ഈ ഒരു ലെങ്ത്തിൻ്റെ വ്യത്യാസം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇത് കണ്ടോ, ഈ ഒരു ചാരും ഇതും
ഇത് നമുക്ക് ഇതുപോലെ തന്നെ ചാരി ഇടാൻ സാധിക്കും. അങ്ങനെ ചാരിയിട്ട് ഈ ഒരു പോർഷൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ആക്കിയാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഇരിക്കാൻ സാധിക്കും. ഞാൻ ഏതായാലും അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഈ ഒരു സീറ്റ് നോർമലി എനിക്കിവിടെ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കത്തക്ക രീതിയിൽ, അത്യാവശ്യം ഇവിടുത്തെ തൈ സപ്പോർട്ടിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടു, അത്യാവശ്യം നോർമൽ തൈ സപ്പോർട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എനിക്ക് ഓക്കെയാണ്. ഇനി ഞാൻ ബാക്കിലത്തെ കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാനൊന്ന് കയറി, ഞാൻ ഈ സീറ്റ് ഒന്ന് ലോക്ക് ചെയ്തു. ഇതിപ്പോൾ നോർമൽ അല്ല, ഒന്നുകൂടെ ഒന്ന് ചാരി. ഓക്കെ, ഇതിപ്പം ഫ്രണ്ട് ഇരിക്കുന്നവർക്കും കുഴപ്പമില്ല, എനിക്കും നല്ല കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ എത്ര കംഫർട്ടബിളായിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു സീറ്റിലോട്ട് എൻ്റെ കാല് മുട്ടിയിട്ടുണ്ട്, പക്ഷേ ലോങ് ഡ്രൈവിലും വലിയ കുഴപ്പമില്ലാതെ എനിക്ക് ഈ ഒരു രീതിക്ക് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്ററിൽ തന്നെ എനിക്ക് യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം ഇവിടെ 100% ഉറപ്പാണ്. ബാക്കിലെ യൂട്ടിലിറ്റീസും കൂടെ നമുക്കൊന്ന് നോക്കാം. ബാക്കിൽ നമുക്കൊരു സി ടൈപ്പ് ചാർജർ കിട്ടുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും കപ്പോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു പോർഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു കപ്പ് വയ്ക്കാം, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും. ഇവിടെ ഒരു സി ടൈപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള AC വെൻറ്റ് കാണാം. അത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം. ഇവിടെ നമുക്കൊരു AC വെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അതായത് ലൈറ്റ്സ് ഒന്ന് അവിടെയും പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് ലൈറ്റ് കാണാം. അതിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്വിച്ചസും ലൈറ്റും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഹുഡ് ഏരിയയും കൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ. അതായത് ഈ വാഹനത്തിൻ്റെ DRലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. നല്ല കിഡു ലുക്കാണ്. നമുക്കിവിടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഹൈഡ്രോളിക് സ്ട്രട്സ് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന ഒരു ഹുഡ് ഏരിയ, ഹുഡല്ല, ഇത് ശരിക്കും പറഞ്ഞൊരു ഫ്രങ്ക് ഏരിയയാണ് വരുന്നത്. ഈ ഒരു ഫ്രങ്ക് ഏരിയയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 25 ലിറ്റേഴ്സ് ആണ് വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിഡു ഐറ്റം എന്ന് പറഞ്ഞത്. അതായത് ഈ ഒരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വെഹിക്കിൾ ടു ലോഡ് ആക്കാൻ സാധിക്കും. അതായത് വെഹിക്കിൾ ടു ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്ത്, ഈ ഒരു പ്ലഗ് ഇതിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിവിടെ കറണ്ട് എടുക്കാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് വേണ്ടേ ഇങ്ങനെ നമുക്ക് കറണ്ട് എടുക്കാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്കിവിടെ കിട്ടുന്നത് 250 വോൾട്ട് AC ചാർജ് നമുക്കിവിടെ കിട്ടുന്നത്. അതാണ് ഈ ഒരു സാധനത്തിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഗുണമുള്ളൊരു ഐറ്റം തന്നെയാണ്. കാരണം എവിടെയെങ്കിലൊക്കെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് കറണ്ടോ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരികയാണെങ്കിൽ ഈ ഒരു സംഗതി കിടുവാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ചാർജർ കാണാൻ സാധിക്കും. ഈ കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2 ചാർജേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. 11 kW ഹവറിലും നമുക്കിത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 7.4 kW ഹവറിലും നമുക്ക് ബാറ്ററി നമുക്കൊരു ചാർജർ യൂണിറ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹുഡ് ഏരിയ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫ്രങ്ക് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്. നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ വെക്കാൻ സാധിക്കും. ഈ ഒരു പോർഷനിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ടിപ്പിക്കൽ നമ്മുടെ നോർമൽ എഞ്ചിൻ വന്ന സ്ഥാനത്ത് നേരെ നമ്മുടെ ബാറ്ററി യൂണിറ്റ് കാര്യങ്ങളൊക്കെ, നമ്മുടെ എഞ്ചിൻ്റെ മൗണ്ടിങ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂളൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഒരു സെക്കൻഡറി ബാറ്ററി നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് കേബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഹൈ വോൾട്ടേജ് ലൈൻസ് ആണ് വന്ന് കയറുന്നതെല്ലാം നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഏതായാലും ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിൽ ഏതായാലും നല്ല കിടുവാണ്. കാണാനോ അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് സൈഡും ഇതിലും പറയാനില്ലെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു സത്യം. ഓക്കെ, അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാനും വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇങ്ങനെ അടച്ചാൽ മതി, സിമ്പിളാണ്. അതുപോലെ തന്നെ കിയ കാരൻസ് ക്ലാവിസിൻ്റെ കീയും കൂടെ നമുക്കൊന്ന് കണ്ടാലോ. കീ കാണാൻ നല്ല അടിപൊളിയാണ്. ഏതായാലും ഇവിടെ ഒരു ചെറിയ ലൈറ്റും കൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ലോക്ക് ഞാൻ പ്രസ് ചെയ്തു, വാഹനം ലോക്കായിട്ടുണ്ട്. അൺലോക്ക് പ്രസ് ചെയ്തു, വാഹനം അൺലോക്കായി. ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. ഈ ഹോൾഡ് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനും കൂടെ വേണ്ടിയുള്ളതാണ്. ഇനി ഞാനൊന്ന് ലോക്ക് ചെയ്തു, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ലോക്ക് ചെയ്തു. ഇനി ഞാൻ അൺലോക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണേ. നമുക്ക് ഗ്ലാസസ് എല്ലാം 4 ഗ്ലാസസും നമുക്ക് തുറക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനും നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഗ്ലാസുകളും പ്രസ് ചെയ്ത് പിടിച്ചോണം നമുക്ക് ക്ലോസ് ചെയ്യാനും സാധിക്കും. അതും ഒരു കിടു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനം അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കീ ഫോബ് അതിൻ്റെ ഏരിയക്കകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഏതായാലും ഓവറോൾ ഈ വാഹനം കൊള്ളാം. നമുക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ചും കൂടെ നോക്കിയേക്കാം. അപ്പം നമുക്കൊരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഇപ്പം ഇതിൻ്റെ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും 96%. 96% ഉണ്ട്. 289 കാണിക്കുന്നുള്ളത് കാര്യമാക്കേണ്ട. കാരണം വെറുതെ കുറേ നേരം ഓൺ ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ റേഞ്ചിന് മാറ്റം വരുന്നതാണ്. ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അത് ഓക്കെ ആവും. അതുപോലെ തന്നെ റീജനറേഷൻ ലെവൽ എത്രയാണ് വേണ്ടതെന്നുള്ളത് ഞാനിവിടെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് കുറയുന്നു, ഇവിടെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുന്നു. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പം റീജനറേഷൻ മോഡ് നമുക്ക് ഡിപ്പെൻസ് എന്ന് ഞാൻ പറയത്തുള്ളൂ. അതായത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്. നിങ്ങളിപ്പം ഒരു സിറ്റി ഡ്രൈവിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നതെങ്കിൽ റീജനറേഷൻ 3 ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ ഹൈവേസിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റീജനറേഷൻ ഇട്ട് കഴിഞ്ഞാലും പാടാണ്. കാരണം ചാർജ് കൂട്ടാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല, നഷ്ടക്കളിയായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ബ്രേക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു നല്ല കയറ്റമൊക്കെ ഒന്ന് പിടിച്ച് നോക്കാം. ഇതിൽ ഡ്രൈവ് മോഡ് ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് ഡ്രൈവ് മോഡ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് മോഡ്, ഇക്കോ മോഡ്, നോർമൽ മോഡ് 3 മോഡ്സ് ആണുള്ളത്.
ഞാനിപ്പോൾ സ്പോർട്സാണ് ഇട്ടിരിക്കുന്നത്. കാല് കൊടുത്ത് അങ്ങ് വലിച്ച് കയറിയാണ് പോകുന്നത്, ഒരു രക്ഷയില്ല. ഈ ഇലക്ട്രിക് വാഹനം ഓടിക്കുന്ന എല്ലാവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഏത് വാഹനം ഓടിച്ചാലും കൊള്ളാം, പ്രത്യേകിച്ച് പവറുള്ള വാഹനങ്ങൾ, അതായത് ഇതുപോലത്തെ പവറുള്ള വാഹനങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാല് കൊടുത്ത് വെറുതെ പോകരുത്. കാരണം ഓവറായിട്ട് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനത്തിന് നമുക്ക് പവർ ലോസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സാധാരണ ഒരു IC എഞ്ചിനിലൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ ലോസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫ്യൂല് കത്തുന്നതിൻ്റെ അത്രയും പവർ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നില്ല. അത് പല ഭാഗത്തൂടെയും പോയി, മീൻസ് അതായത് കുറേ ലോസസ് അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു പവർ. നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് ചെന്നു 80 അടിച്ചു. അതാണ് ഇവിടെ വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഈ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അത് ഞാനൊരു പോസിറ്റീവ് സൈഡായിട്ട് പറഞ്ഞാണ്, നിങ്ങളത് ആ രീതിയിൽ എടുക്കാവുള്ളൂ. ഓക്കെ, ഏതായാലും ഓവറോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ഒരു വാക്ക് റൗണ്ട് ചെയ്ത സമയത്താണല്ലോ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഏതായാലും EV ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നൊരു കംഫർട്ട് അടിപൊളി തന്നെയാണ്. അതിൽ മോഡ് നോക്കാം, നമുക്കൊരു ഈക്കോ മോഡിലൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് കയറ്റാം. അതുപോലെ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ട ഒരു കേസാണ്, 4 വീലിൽ നമുക്ക് ബ്രേക്ക് ഡിസ്കുകളാണ് ഇവിടെ കിട്ടുന്നത്. നല്ല കംഫർട്ടബിളായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് EV വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര ലോങ് പോയെന്ന് പറഞ്ഞാലും ആ ഒരു ക്ഷീണം നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. അത് കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതിന് വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വരുന്നില്ല. അതായത് സാധാരണ ഒരു IC എഞ്ചിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് വൈബ്രേഷൻസ്, എഞ്ചിൻ്റെ നോർമൽ വൈബ്രേഷൻസ് ചെറുതായിട്ടെങ്കിലും നമുക്ക് ക്യാബിലോട്ട് കയറുന്നതായിരിക്കും, എത്ര നല്ല എഞ്ചിൻ മൗണ്ടിങ്സ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും. പക്ഷേ ഇവിടെ കിട്ടുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മോട്ടർ വളരെ സൈലൻ്റ് ആണ്, അതിൽ നിന്ന് വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നും വരാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിക്കുള്ള വൈബ്രേഷൻസ് നമുക്ക് വാഹനത്തിനകത്ത് ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യത്തില്ല. ജസ്റ്റ് ഒരു ഓഫ് ചെയ്തിട്ടിരിക്കുന്ന ഒരു വാഹനത്തിലിരിക്കുന്ന ഫീൽ എന്താണോ ആ ഒരു ഫീലേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് എത്ര ലോങ് ഡ്രൈവ് നടത്തിയെന്ന് പറഞ്ഞാലും നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാത്തതിൻ്റെ പ്രധാന കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഞാൻ 42 കിലോമീറ്റർ സ്പീഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു സ്പീഡ് ബ്രേക്കിങ് കണ്ടോ, ഫ്രണ്ടിലത്തെ വാഹനത്തെ വെച്ച് ഇതിപ്പോൾ ഓട്ടോ ബ്രേക്ക് ചെയ്യുകയാണ്. ഞാൻ ബ്രേക്കോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, സ്പീഡ് തന്നെ കുറയുന്നുണ്ട്. ഫ്രണ്ടിലത്തെ വാഹനം പോകാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ പതുക്കെ കയറി പോകുന്നുണ്ട്. പക്ഷേ ഇനി പോകത്തില്ല. ഇവിടെയാണ് ഒരു വിഷയം വന്നിരിക്കുന്നത് കേട്ടോ. വാവ്, വാട്ട് ആൻ ഐഡിയ സബ്ജി. ഓക്കെ, അപ്പം നമ്മൾ ഏതായാലും ആവശ്യമുള്ള സമയത്ത് ആക്സിലറേറ്റ് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് കട്ടായ ഒരു ഫീച്ചർ. ഞാൻ ഡ്രൈവ് ചെയ്യാണ്. നമ്മളിപ്പം ഇതുപോലത്തെ ഏരിയാസിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടുകൾ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ കൂടുതലും ചെറിയ വഴികളിൽ ഓടിക്കുന്നതിൻ്റെ പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതുപോലെ വളരെ കംഫർട്ടബിളായിട്ട് അത്യാവശ്യം ഈ ഒരു വലിയ വാഹനം, ചെറിയ വാഹനം എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ വാഹനം തന്നെ നമുക്ക് ഇവിടെ വളരെ കൂളായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അഡാസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ, അതായത് അഡാസ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഓൺ ചെയ്യാം, അല്ലാത്ത സമയത്ത് നമുക്കത് ഓഫ് ചെയ്തിടാനും സാധിക്കുന്നുണ്ട്. നമ്മുടെ വാഹനം ഓടുന്ന സമയത്ത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പവറും കാര്യങ്ങളൊക്കെ ഇവിടെ ആനിമേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് ചാർജ് കയറുന്ന പൊസിഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം, അതായത് നമ്മുടെ സീറ്റ് വെൻറ്റിലേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സൈഡ് പാർക്കിംഗ് സെൻസറിൻ്റെ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ. ഇനി 360 ഡിഗ്രി എനിക്ക് ഫ്രണ്ട് ക്യാമറയൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ, ബാക്ക് പോർഷൻ ഏത് വേണമെന്നുള്ള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓട്ടോ ഹോൾഡ് ഇപ്പം നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു കയറ്റമൊക്കെ നിൽക്കുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും
ആ നിപ്പ് നിന്നോളും, ആ കാര്യത്തിൽ പേടിക്കേണ്ട. അത് ഈ പറഞ്ഞ പോലെ ഓട്ടോ ഹോൾഡ് ഫീച്ചർ വരുന്നുള്ളതുകൊണ്ടാണ് നമുക്കിവിടെ തൊട്ട് താഴെ തന്നെ കാണാൻ സാധിക്കും. ഓട്ടോ ഹോൾഡ് ഫീച്ചർ ആക്ടിവേറ്റ് ആയതുകൊണ്ട് ഏതൊരു കയറ്റത്തോ ഇറക്കത്തോ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആക്സിലറേറ്റർ കൊടുക്കുന്നത് വരെ അവ നല്ല പക്കയായിട്ട് അവിടെ നിന്നോളും. അതുപോലെ തന്നെ നമ്മളൊരു സ്പോർട്സ് മോഡിലാണ് ഇട്ടുന്നതെങ്കിൽ വീൽ സ്പിന്ന് കിടുവാ കേട്ടോ, 8 തൊട്ടു. അതുപോലെ തന്നെ TPMS നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കത് മാറ്റി നമ്മുടെ അഡാസിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഡിജിറ്റലായിട്ടുള്ള ഡിസ്പ്ലേ കാണിക്കണേ, അങ്ങനെ കോമ്പസ് കാണാൻ സാധിക്കും. ഡിസെൻറ്റ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും ബ്രേക്ക് ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം ബ്രേക്ക് ചെയ്ത് ഇറങ്ങുന്നതന്നെയാണ് ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫീച്ചർ വേണ്ട ഇവിടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്കിത് ബ്ലിങ്ക് ചെയ്യുന്നത്.